ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആ ഒരു പേഴ്സണെയും ആ ഒരു പേഴ്സൺ നിങ്ങളെയും വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് ആ ഒരു വ്യക്തി കളക്ട് ചെയ്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു സെയിം ഫീൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ആ ഒരു എനർജിയിലായിരിക്കാം ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അതിന് എത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വളരെയധികം സ്ട്രോങ് ആക്കണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര പെട്ടെന്നൊന്നും സെപ്പറേറ്റായി പോകുന്ന റിലേഷൻഷിപ്പ് അല്ലെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അഥവാ നിങ്ങൾ സിംഗിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ മാരേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു സമയം. എന്തായാലും നിങ്ങളെ പറ്റിയിട്ടുള്ള നല്ല നല്ല മെമ്മറീസ് ആണ് ഈ ഒരു പേഴ്സൺ ഓർത്തെടുക്കുന്നത്. എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് നോക്കാം. ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്ന, അതായത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നതാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങളിലേക്ക് എങ്ങനെ വരും, നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് എങ്ങനെ വരും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ അതിനുള്ള വഴികളായിരിക്കാം ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട്, അതായത് ഇനിയൊരു റീയൂണിയൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. അതായത് നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിച്ചത് എന്താ? വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നതായിരിക്കാം ഈ ഒരു പേഴ്സൺ. എന്തായാലും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക്. കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. കാരണം അവർ ഓൾറെഡി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എങ്ങനെ വരും, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഇത് റിന്യൂ ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ നോക്കട്ടെ. ഇവിടെ ഒരുപാട് കാർഡ്സ് വീണു. ഇത്രയും കാർഡ്സ് എടുക്കുന്നുള്ളൂ ഞാൻ. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ നോക്കുമ്പോൾ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, അതായത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞു. കാരണം ആ ഒരു ഡിസിഷനിൽ നിന്ന് ആ ഒരു വ്യക്തിയെ ഇനി ആർക്കും പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല.
അപ്പോൾ അതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. കാരണം എന്തെന്നാൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അല്ലെങ്കിൽ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുമായിട്ടൊരു ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ആ ഒരു വ്യക്തി തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണിത്. ചാരിയറ്റ് എന്ന് പറയുന്നത്, അതായത് വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള വഴികൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം ഈ ഒരു സെപ്പറേഷൻ, അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഇനി ഈ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നില്ല. കാരണം ഓൾറെഡി അവരൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ സ്നേഹവുമായിട്ട് നിങ്ങൾക്കൊരു ഓഫറുമായി എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അതായത് അവരുടെ സ്നേഹം നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഓർത്തെടുക്കുന്നു. നിങ്ങളുമായിട്ടുള്ളൊരു മാരേജാണ് ഈ ഒരു സമയം സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് സ്വപ്നം കാണുന്നത്. അതിനുള്ള വഴികൾ ആ ഒരു വ്യക്തി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ വളരെയധികം ഒരു പ്രിഷ്യസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഉറച്ച ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലായി എത്തണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ, ആ ഒരു വ്യക്തി വെയിറ്റിങ്ങിലാണെന്നാണ് എനിക്ക് കാണുന്നത്. കാരണം ആ ഒരു സമയത്തിന് വേണ്ടി, അതായത് ആ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ടായിരിക്കാം, വളരെയധികം പ്രതീക്ഷയോടെ വളരെയധികം ക്ഷമയോട് കൂടി തുടരുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വെയിറ്റിംഗ് ആണ്, ആ ഒരു സമയം അനുകൂലമായി വരാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും തുടങ്ങണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയിലാണ്. അതായത് എന്ത് സിറ്റുവേഷനും ഉണ്ടായിക്കോട്ടെ, ഞാൻ അതിനെയെല്ലാം തരണം ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു തരണം ചെയ്ത് ഞാൻ ആ ഒരു കാര്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി. അതായത് എന്ത് പ്രതിസന്ധികൾ ലൈഫിലുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സ്. അപ്പം നിങ്ങളുടെ വ്യക്തി എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്ത് പ്രതിസന്ധിയും ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഞാൻ ആ ഒരു, അതായത് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയെ സ്വന്തമാക്കും, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. അപ്പം ഇപ്പോൾ വളരെയധികം പ്രതീക്ഷയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. കാരണം അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ജീവിക്കണമെന്നുള്ളതായിരിക്കാം ഈ ഒരു സമയം ആ ഒരു വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് എത്തണം. ചിലപ്പോൾ അതിനെന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കട്ടെ. യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ്സിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സന്തോഷം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ പോവുകയാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. 2-3 കാർഡ്സ് കൂടെ നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഇതാണ് യൂണിവേഴ്സ് പറയാനുള്ളത് വ്യൂവേഴ്സിനോട്.
യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം വിരസതയുള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നിങ്ങൾക്ക് ഒരു സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷങ്ങളുണ്ട്, നിങ്ങളുടെ ചുറ്റിനും സന്തോഷങ്ങളുണ്ട്, നിങ്ങളത് കാണാത്തതാണ്. നിങ്ങളതിനെ ആ ഒരു സന്തോഷത്തെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. എന്താ പറയണ്ടേ, നിങ്ങൾക്ക് നഷ്ടമായ കാര്യത്തെ പറ്റിയിട്ട് ഓർത്ത് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം ആയിരിക്കാം നിങ്ങൾക്ക്. അതായത് മറ്റുള്ള സന്തോഷങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു പ്രസൻസ് മതി എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേറെ സന്തോഷമുണ്ട്, ഇപ്പുറത്ത് വേറെ സന്തോഷമുണ്ട്, നിങ്ങൾക്കത് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാർഡൂടെ നോക്കട്ടെ. നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടാതെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി എൻഡായിപ്പോയ റിലേഷൻഷിപ്പിനൊരു റീബർത്ത് വേണം എന്നുള്ളതായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എനർജിയും കൂടെ നോക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ 1986, 1983, നമ്പർ 40, വിശാഖം നക്ഷത്രം, വിത്തിൻ 24 hours, ട്രിവാൻഡ്രം 1988, ലെറ്റർ ജി, ഡിസംബർ മന്ത് 37, within 48 hours, short hair 1994, 1997, മകയിരം നക്ഷത്രം, ആയില്യം നക്ഷത്രം, വയലറ്റ് കളർ, ലെറ്റർ ഡബ്ല്യു, മലപ്പുറം, റെയിൻബോ 1995, ഈഗോ, ലെറ്റർ ജെ, ഫോട്ടോഗ്രാഫി, ഉത്രാടം, സോങ്സ് 1985, ടുമാറോ 2000, തൃശ്ശൂർ, കർക്കിടകം മന്ത്, ചിങ്ങം, നമ്പർ 47, ടുഡേ, പൂരം, ലെറ്റർ എച്ച്, യെസ് പോസിബിൾ, മകം നക്ഷത്രം, നമ്പർ 15, നമ്പർ 44, 45, 1991, മെറൂൺ കളർ, പാലക്കാട് ഡിസ്ട്രിക്റ്റ്, പൂയം നക്ഷത്രം, ലോങ് ഹെയർ, ഇമോഷണൽ, നമ്പർ 50, ഇൻഡിഗോ, ലെറ്റർ വി, ലെറ്റർ സി, ലെറ്റർ എസ് 2001. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു മാരേജാണ് ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഓബ്സ്റ്റക്കിൾസ് കാണുമായിരിക്കാം. അപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് ഒരു ഓഫറുമായിട്ട് എത്തണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു.